First midterm examination 2020-21 class 9 Kerala syllabus maths question paper ആണിത്. First question, if one side of a triangle is 10 centimeter and the perpendicular distance from the opposite vertex to that side is 7 centimeter, then its area is. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ ഇറ്റ്സ് ഏരിയ ഈസ് 35 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് സൈഡ് ഈസ് 16 സെൻറ്റിമീറ്റർ, ദെൻ ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഡാഷ്. ഏരിയ തന്നിട്ടുണ്ട് 24 ആണ്, അതായത് ഹാഫ് ബി എച്ച് ഈക്വൽസ് 24 സെൻറ്റിമീറ്റർ. ബേസ് തന്നിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു എച്ച് ഈക്വൽസ് 24. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 8 ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ. ആൻസർ 3. Third question, if all sides of a triangle are equal, then each angles are 60 degree. അത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്, അതിൻ്റെ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ദ അതർ 2 ആംഗിൾസ് ആർ. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിളിൽ റൈറ്റ് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് 45 ഡിഗ്രി ആയിരിക്കും. ആൻസർ 45. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ റെഗുലർ പെൻറ്റഗൺ ഈച്ച് ആംഗിൾ വിൽ ബി n-2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 2 ആണ്. 5 സൈഡാണെങ്കിൽ അതിൻ്റെ സം ഓഫ് ഓൾ ആംഗിൾസ് കാണാനുള്ള വാക്യം 5 - 2 ഇൻറ്റു 180 ആണ്. അപ്പം 3 ഇൻറ്റു 180 540 ആണ്. 540ന് 5 സൈഡാണുള്ളത്, ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 108 ഡിഗ്രിയാണ്. ആൻസർ 108 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വൺ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ ഈസ് 100 ഡിഗ്രി, ദെൻ ദ അതർ ആംഗിൾ ഈസ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 180 ആയിരിക്കണം. അപ്പോൾ ഒരു ആംഗിൾ 100 ആണെങ്കിൽ അതർ ആംഗിൾ ഈസ് 80 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ആംഗിൾ ഇൻ ആൻ അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രി താഴെയുള്ള ആംഗിൾസാണ് അക്യൂട്ട് ആംഗിൾസ്. മൂന്നാമത്തെ, സം ഓഫ് ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഈസ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സൈഡാണ് ക്വാഡ്രിലാറ്ററലിന്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് n-2 ഇൻറ്റു 180 ആണ്. n എന്ന് പറയുന്നത് 4 ആണെങ്കിൽ 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ടു കൺസ്ട്രക്റ്റ് എ ട്രയാങ്കിൾ വി നീഡ് 3 മെഷേഴ്സ്, ദെൻ ടു കൺസ്ട്രക്റ്റ് എ ക്വാഡ്രിലാറ്ററൽ വി നീഡ് 5 മെഷേഴ്സ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, in a quadrilateral one pair of opposite sides are parallel, then it is called trapezium. ട്രപ്പീസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഒരു സൈഡ് പാരലൽ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ AB is parallel to CD. Write 2 pairs of triangles having equal areas. ഈക്വൽ ഏരിയാസ് ഉള്ള 2 പെയർസാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ബേസ് AB ആയിട്ട് എടുക്കാം. AB ക്ക് പാരലലായിട്ട് വരുന്നത് CD ആണ്.
അപ്പോൾ ആ പാരലൽ ലൈനിലുള്ള രണ്ട് പോയിൻറ്റ്സ്, ഒന്ന് എ സി ബിയും രണ്ടാമത്തെ എ ഡി ബിയും ഈക്വലാണ്. അത് എ ബി സി ഈക്വൽ എ ബി ഡി ഒരു പെയർ അതാണ്. രണ്ടാമത്തെ പെയർ സി ഡി ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ സി ഡി എയും സി ഡി ബിയും, സി ഡിക്ക് പാരലായിട്ട് വരുന്ന ലൈൻ എ ബി ആണ്. ആ ലൈനിൽ വരുന്ന രണ്ട് പോയിൻറ്റ്സ് എയും ബിയും. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഈക്വലായിട്ടുള്ള ഏരിയ ഉള്ള രണ്ട് ട്രയാങ്കിൾ സി ഡി എയും ട്രയാങ്കിൾ സി ഡി ബിയുമായിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് fourth question, in the figure area of triangle BPC equals 10 cm square. Find the area of triangle ABC. BCക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ് AD, അതിൽ ഒരു പോയിൻ്റാണ് P. അതുകൊണ്ട് BPC ഈക്വൽസ് സി ബി എ അല്ലെങ്കിൽ എ ബി സി. അപ്പോൾ അതുകൊണ്ട് സെയിം ഏരിയ ആയിരിക്കും, ബി പി സിയുടെ അതേ ഏരിയ ആയിരിക്കും സി ബി എക്കും. അപ്പോൾ അതുകൊണ്ട് എ ബി സിയുടെ ഏരിയ 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ ബി സി ഡി. ഇത് ഡയഗണലാണ്, എ ബി സി എ സി ഡയഗണലാണ് ഈ റെക്റ്റാങ്കിൾ എ ബി സി ഡിയുടെ. അപ്പോൾ എ ബി സി 10 ആണെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 10 × 2 ഈക്വൽസ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി ഈക്വൽസ് 12 സെൻറ്റിമീറ്റർ, എ ഡി ഈക്വൽസ് 4 സെൻറ്റിമീറ്റർ, ബി ഡി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ബി 12ഉം എ ഡി 4 ആണെങ്കിൽ ബി ഡി 12 - 4 സെൻറ്റിമീറ്റർ ഈക്വൽസ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഷ്യോ ഓഫ് എ ഡി ഈസ് ടു ഡി ബി. എ ഡി എന്ന് പറയുന്നത് 4 ആണ്, 4:8. അപ്പോൾ 4 / 8 1/2 ആണ്. റേഷ്യോ വരുന്നത് 1:2 ആയിരിക്കും. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി 7 സെൻറ്റിമീറ്റർ, എ സി 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ എ 60 ഡിഗ്രി. ഡ്രോ ട്രയാങ്കിൾ എ ബി പി വിത്ത് ആംഗിൾ ബി എ പി 90 ഡിഗ്രി ഓഫ് സെയിം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ആദ്യം തന്നെ 7 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ആംഗിൾ എ 60, എയിൽ നിന്നും 60 ഡിഗ്രി വരയ്ക്കുക. എ സി 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് എ ബി സി വരയ്ക്കുക. ഡ്രോ ട്രയാങ്കിൾ എ ബി പി വിത്ത് ആംഗിൾ ബി എ പി ഈക്വൽസ് 90 ഡിഗ്രി. ഈ എ ബിക്ക് പാരലലായിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ആംഗിൾ എയിൽ നിന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്യുന്നിടത്ത് നിന്നും ബിയിലേക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ ബി എ പി 90 ഡിഗ്രി വിത്ത് സെയിം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് 1 വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ അതർ 2 ഓൺ ദ സർക്കിൾ. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ഓൾ 3 വെർട്ടെക്സ് ഓൺ ദ സർക്കിൾ. ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. ഏതെങ്കിലും മെഷർമെൻ്റ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതിൽ നിന്ന് ഒരു കോഡ് എ ബി വരയ്ക്കുക. എ ബി വരച്ചതിന് ശേഷം ഒ എന്ന സെൻറ്ററിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. എ ബിക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിൽ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന 2 സൈഡുണ്ട്. ഒന്ന് സിയും ഒന്ന് ഡിയും മാർക്ക് ചെയ്യാം.
അതിനുശേഷം എയിൽ നിന്നും സിയിലേക്ക് ലൈൻ വരച്ച് സിയിലേക്കും എയിൽ നിന്ന് സിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ട്രയാങ്കിളാണ് ABC എന്ന ട്രയാങ്കിളാണ് ഇതിന് ഓൺ ദ സർക്കിളിൽ അതിൻ്റെ 3 വെർട്ടെക്സും എയും ബിയും സിയും സർക്കിൾ ഓൺ ദ സർക്കിളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ക്വാഡ്രിലാറ്ററൽ ABCD വിത്ത് AB ഈക്വൽസ് 8 സെൻറ്റിമീറ്റർ, BC ഈക്വൽസ് 3.5 സെൻറ്റിമീറ്റർ, ആംഗിൾ A 50 ഡിഗ്രി, ആംഗിൾ B 65 ഡിഗ്രി, AD ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഹാവിംഗ് ദ സെയിം ഏരിയ ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. AB 8 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ക്വാഡ്രിലാറ്ററൽ ABCD വരച്ചതിന് ശേഷം BD ഇതിൻ്റെ ഡയഗണലാണ് BD. അപ്പോൾ BD ബേസ് ആയിട്ടെടുത്ത് സിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ബിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ പാരലൽ ലൈൻ ടച്ച് ചെയ്യുന്നിടത്ത് E എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഡിയിൽ നിന്നും ഇയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ട്രയാങ്കിൾ ADE ആണ് ഈ ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ട്രയാങ്കിൾ.